ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ വെറുതെ ഇരിക്കുവാണ് കേട്ടോ. ആദ്യത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അതെ, ഇത്രയും സ്ഥലം ഇവിടെയുണ്ട്. ഉണ്ണിച്ചേട്ടനുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നിരത്തിയൊക്കെ ഇട്ടേനെ കേട്ടോ. ഇപ്പോൾ ഒന്നും നിരത്താനൊന്നുമില്ല. ഞാനും ആദ്യത്തെയും കൂടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവോ. അപ്പൂസിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഭയങ്കര പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൂട്ടിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഭയങ്കരമായി പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൂൻ്റെ വീട്ടിൽ പോയാലോ? ഒത്തിരി മൂക്കടപ്പുള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. മൂക്കടപ്പുള്ളതുകൊണ്ട് പോകാനും പറ്റത്തില്ല അങ്ങോട്ട്. നമുക്ക് പോവാം. നമുക്ക് ഇറങ്ങാൻ പോവാം. കിടങ്ങാൻ റോഡിൽ കൂടെയൊക്കെ പോണേ. അമ്മ എടുത്തോണ്ട് പോവും. അതുകൊട്ടി ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഉറങ്ങി എണീറ്റ് മൂക്ക് ജലദോഷമായിട്ടൊന്നുമില്ല, പക്ഷെ മൂക്കടപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിലെ കഴുതിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ തിരിച്ചു വേണം അല്ലേ പിന്നെ. ഞങ്ങൾ പുറത്തേക്ക് നോക്കി ഇരിച്ചുവാണ്. ഞങ്ങളെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുവാണ് കേട്ടോ. അമ്മയും കുഞ്ഞുമാവയും കൂടി ഇങ്ങനെ ഇരിച്ചുവാണ്. മൂക്കടഞ്ഞെൻ്റെ പൊന്നിൻ്റെ മൂക്ക്. ഇപ്പം അങ്ങ് മാറത്തില്ലേ? ഒന്ന് ഉസാറാകെ അടക്കങ്ങ് പോവും. ഉസാറാകെ അങ്ങ് ചാടത്തുള്ളു. ഉസാറാവന്ന് ഉഷാറാവ്. കുഞ്ഞിക്കുള്ള ഞങ്ങൾ തറാപ്പില്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ തറാപ്പ എടുത്ത് വെച്ച് കുഞ്ഞു അവരെ കൊഞ്ചിക്കും. ഒരു തറാപ്പില്ലാത്ത ദിവസം ഇങ്ങനെ എടുത്ത് വെച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ കിടത്തും കുഞ്ഞിക്കളനെ. കൊഞ്ചിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും. വണ്ടി പോകുന്നുണ്ട്, ബസ് പോപ്പവണ്ടി പോകുന്നുണ്ട്. ബസ് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ നമ്മെ പോയി. അതാണ് തെറാപ്പി ഇല്ലാത്ത ദിവസം. സമയം പോവുകയില്ല കേട്ടോ. ഒരുപാട് പണിയുണ്ട്. പക്ഷെ ആദൂട്ടിനെ ഇട്ടിട്ട് എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ ഓരോ മിനിറ്റ് വീഡിയോ എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് എടുക്കുമ്പോൾ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. ഇവനെ നൂറിന് പോവുക. പോവുക. കുഞ്ഞിക്കള്ള ചക്കര മുത്തേ. കൊഞ്ചിക്കൊച്ച അമ്മയുടെ കൊഞ്ചിക്കൊച്ച്. നമ്മുടെ കൊഞ്ചേതാ? ഇതാണ് അമ്മയുടെ കുഞ്ഞിക്കൊച്ച്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഞങ്ങൾ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്നേ ഉള്ളേ. വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് രണ്ടുപേരും കൂടി ഇന്ന് തെറാപ്പി ഇല്ലാത്ത ഞങ്ങളുടെ ദിവസം എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇതാണ് തെറാപ്പി ഇല്ലാത്തത്. ഞാൻ പറഞ്ഞ തന്നെ ഒരുപാട് പണിയുണ്ട്. ഉറക്കം വരുതാ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഇവരാ പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറയാം. നീ ആരാ? ഉറക്കം വരുന്നില്ല കേട്ടോ. അമ്മ ഉറക്കം വരുന്നു. ഒന്നിടെ കിളി കിടന്ന് കിക്കിന്ന് കരയുന്നത്. എനിക്കേ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആദൂട്ടിക്ക് തെറാപ്പി ചെയ്തിട്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദൂട്ടിക്ക് തെറാപ്പി ചെയ്തിട്ട് മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം കാണണമെങ്കിൽ നമ്മൾ മിനിഞ്ഞാന്നൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നമ്മുടെ ഒരു ഷോട്ടുണ്ട്. ഞാൻ ആദൂട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഷോട്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദൂട്ടിക്ക് വന്ന മാറ്റം കാണാൻ പറ്റും. ആദൂട്ടി കഴുത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ഇപ്പം ജലദോഷം പിടിച്ചിരിക്കുന്നുണ്ട്. ജലദോഷം ഒരു മൂക്കടപ്പ് ഉള്ളത് കൊണ്ടാണ് ആദൂട്ടി ഇങ്ങനെ ഈ ക്ഷീണം പോലെ ഇരിക്കുന്നത്. ആദൂട്ടിക്ക് മാറ്റമുണ്ട്. ഇന്നലെ താഹ്റയുടെ വീട്ടിൽ പോയപ്പം സോനുവിനെ കാക്കു എന്ന് വിളിക്കുന്ന കേട്ടു. കാക്കു എന്ന് വിളിച്ചോ? സോനുവിനെ കാക്കു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടനെ ആണേലും അതെ. ആദൂട്ടിക്ക് എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എല്ലാം അതന്നെ വലിയൊരു മാറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ആദൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, മാറ്റമുണ്ട്. ആദൂട്ടിക്ക് മാറ്റം ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? മാറ്റം ഉണ്ടോ? മാറ്റം പറഞ്ഞു കൊടുത്തേ. മാറ്റമുണ്ടോ? ആദൂട്ടിക്ക് ഇങ്ങനെ സംസാരിക്കൊന്നുമില്ലായിരുന്നു. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ ആദൂട്ടി തിരിച്ചൊന്നും പറയില്ലായിരുന്നു. കാക്ക ഇന്നലെ നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയപ്പോൾ അവിടെ സോഷ്യൽ വർക്കർ 3 പിള്ളേരുണ്ടായിരുന്നു. ആ മക്കളെ അക്കാന്ന് വിളിക്കുന്ന കേട്ടു. 2 പിള്ളേരുണ്ടായിരുന്നു. അക്കാന്ന് വിളിക്കുന്ന കേട്ടു. ഉണ്ണിക്കുട്ടനെ അക്കാന്ന് വിളിക്കും. അപ്പോൾ ആദൂട്ടിക്ക് അത്യാവശ്യം നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു കോള് വരുന്നുണ്ട്. അത് ആദൂന് പ്രധാനപ്പെട്ട കോളാണ്. അതവിടെ എടുക്കാൻ വേണ്ടിയിട്ട് വിമ്മിഷ്ടമാകുന്നത്.
അതുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് വിളിക്കുന്നത്. അതുട്ടിക്ക് അത്രയോ ഇഷ്ടമുള്ള ഒരാൾ കോൾ വിളിക്കുമ്പോൾ അതുട്ടിക്ക് അറിയാം. ആ ഇപ്പം മനസ്സിലായില്ലേ? മിണ്ടാതിരുന്ന കൊച്ച് ആളുടെ ഫോട്ടോ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ആരാ വിളിക്കുന്നത്? അതുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളിപ്പോൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുട്ടി ഒച്ചപ്പാടുണ്ടാക്കുന്നു അല്ലേ? അല്ലേ പിന്നെ ആ ഒച്ചപ്പാടുണ്ടാക്കുന്നു. ആ നമ്മളിപ്പോൾ പനിയോ ജലദോഷമോ ഒന്നും പോലെ ഈ അസുഖം മാറില്ല കേട്ടോ. നേരത്തെ എണീറ്റ് കുറച്ച് അതിൻ്റെ അടി വാവുളി വന്നേക്കുന്നത് തറാപ്പി ഇല്ലെങ്കിൽ. പിന്നെ അതുമല്ല ചായ കുടിക്കുന്ന സമയമായി ഞങ്ങൾക്കൊരു വാവുളി അത് നിർബന്ധം. ചായ കുടിക്കുന്ന സമയമായിട്ടുണ്ടല്ലോ. കൊച്ചിനാണേലും അമ്മയ്ക്കാണേലും ഒക്കെ വാവുളി നിർബന്ധമാണ്. അപ്പം അതുട്ടിക്ക് മാറ്റമുണ്ട്. തെറാപ്പി കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. തെറാപ്പി കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തെറാപ്പി കണ്ടിന്യൂ ചെയ്ത് പോകും. നിർത്തിയല്ല കേട്ടോ. ഇന്ന് തെറാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ കൈയിട്ടിങ്ങനെ കാക്കാ 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 കാക്കാ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തെറാപ്പിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയി ഓടി നടന്ന് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ അല്ലേ അതുട്ടിൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക്. എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഇട്ട് അത്യാവശ്യം കയറി പോകണം. നമുക്കറിയത്തില്ല എത്ര നാളത്തെ അസുഖമാണ്, എന്താണ്, എങ്ങനെയാണ്, എത്ര നാൾ കൊണ്ട് മാറും എന്നൊന്നും നമുക്കറിയത്തില്ല. എത്ര നാൾ തെറാപ്പി ചെയ്യേണ്ടി വരുമെന്ന് പോലും നമുക്കറിയത്തില്ല. അന്നേരം നമ്മുടെ അടുത്ത് നല്ല അത്യാവശ്യം നമ്മൾ വാടകയ്ക്കല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് കയറി പോവുകയുള്ളൂ കേട്ടോ. എല്ലാവരും പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അല്ലേ പിന്നെ അല്ലേ? അതെന്താ ഉച്ചേക്കുന്നവിടെ? എന്താ ഉച്ചേക്കുന്നത്? കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും മനസ്സിലായോ കുട്ടിക്ക്? അപ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലായില്ല, അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അതപ്പൻ്റെ സിതാൻ്റെയാണ് വിളിച്ചത്. പക്ഷെ ഞങ്ങൾ കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മോന്ത ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്. സിതാൻ്റെ വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല ഇന്ന്. ഇല്ലേ? ഒരു കോള് വന്നിട്ട് എടുത്തില്ല. ഇപ്പോൾ ഒരു ദേഷ്യമാണ്. അപ്പോൾ വീഡിയോ എടുക്കുമായതുകൊണ്ടല്ലേ. അത് കഴിഞ്ഞാൽ അമ്മ അതൊരു സിതാൻ്റിയിൽ വിളിക്കുമല്ലോ. ഷിതാൻ്റീൻ്റെയൊക്കെ ബെസ്റ്റിയാണ്. ഷിതാൻ്റി, രാജീവേട്ടൻ, മഹേഷ് മാമൻ, സീജമ്മ അല്ലേ? അവരെല്ലാവരും വിളിച്ചിട്ട് എടുത്തില്ല. ഇപ്പം ഞങ്ങൾ ദേഷ്യമാണ്. ഹായ് ഹായ് അല്ലേ? അല്ലേ മോനെ? അല്ലേ? ഓ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ കുറച്ചെടുത്തു. എനിക്കൊരു ശ്വാസം മുട്ട് പോലെ. രാവിലെ പൊടി അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ശ്വാസം മുട്ട് പോലെ. അപ്പോൾ വിചാരിച്ചു 1 ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ആദൂട്ടി അവിടെയുണ്ട്. ആദൂട്ടിനെ അവിടെ കിടത്തി. ആദൂട്ടിക്ക് തുമ്മലാന്നേ, ഭയങ്കര തുമ്മൽ. അതാണ് പ്രശ്നം. തുമ്മലാണോ? ആന്ന് പറയുന്നുണ്ട് കുഞ്ഞുവാവ കേട്ടോ. അപ്പോൾ ഫുൾ ടൈം അമ്മേൻ്റെ ഇടയിൽ കയറി ഇരുന്നാൽ പോരല്ലോ. കുറച്ച് നേരം നിലത്ത് കിടത്താമെന്ന് വിചാരിച്ച് അവിടെ കിടത്തിയതാണ് കേട്ടോ. വാ വിളിച്ചോണ്ടിരുന്നത് ഇത് കിട്ടാഞ്ഞിട്ടാണ്. കട്ടൻ ചായ കിട്ടിയ എല്ലാ വാവിളിയും പോവും. അല്ലേ പറഞ്ഞാ? കൊച്ചിൻ്റെയും വാവിളി പോകും കേട്ടോ. ഇപ്പം ഇന്നും തെറാപ്പിക്ക് പോയി വന്ന് ഈ സമയത്ത് കുടിച്ച് ഇപ്പം ശീലമായി. മധുരമൊന്നും ഇടിയല്ല കേട്ടോ. മധുരമൊക്കെ കുറച്ചേ ഇടുള്ളൂ. പക്ഷേ കട്ടൻ ചായ വേണം. അല്ലേ മുത്തേ? ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുമോ? ഇനി ആദൂട്ടിക്ക് കൊടുക്കണം. ആദൂട്ടി നന്നായിട്ട് തുമ്മുന്നുണ്ട്. തുമ്മൽ അല്ലേ? താഹിറ തെറാപ്പിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൂസ് തെറാപ്പിക്ക് പോകുന്നുണ്ട്. ആദൂട്ടിക്ക് നമ്മൾ തുമ്മലായതുകൊണ്ടാണ് കൊണ്ടാകാത്തത്. തുമ്മലും മൂക്കടപ്പും ഇല്ലാത്ത ഒന്നുമില്ല ചെറുക്കന്. നമ്മുടെ പൊന്നുവാവേ, കുഞ്ഞുവാവേനെ എടുക്കാം കേട്ടോ. കട്ടൻ ചായ വേണം. അതുകൂടി ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ. ഇന്നിപ്പോൾ പാലൊന്നും ഒത്തിരി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കട്ടൻ ചായ കൊടുക്കണം. അമ്മ കട്ടൻ ചായ തരട്ടേടി. ഇവിടെ പെണ്ണിന് കട്ടൻ ചായ തരട്ടെ? ഓ എടുക്കട്ടെ കേട്ടോ.
എടുത്തേ. ഇപ്പം ശരിക്കും ജലദോഷമായി. ജലദോഷം പനിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പാരസെറ്റാമോൾ കുടിച്ചു. നോക്കട്ടെ, നോക്കിയിട്ട് കുറഞ്ഞിട്ട് വൈകുന്നേരം ഒന്നും കൊണ്ടേ കാണിക്കണം അല്ലേ. കുഞ്ഞിക്കള്ളിയാണ് കുഞ്ഞിക്കള്ളി. കട്ടൻ ചായ തട്ടെ മോനെ. ചായ 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 ചായ. തെറാപ്പി ഇല്ലാത്ത മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ. അല്ലേ മോനെ? ചൂടാക്കിയിട്ട് തരാം. പുട്ടുമണിച്ച് ചേരാ. കുഞ്ഞുമണിച്ച് തരാടി താഴെ. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ വന്നതാണ് കേട്ടോ. വേറെ വലിയതൊന്നുമില്ല നമുക്ക്. തെറാപ്പി ഇല്ലാത്ത ദിവസം, തെറാപ്പിക്ക് പോകാത്ത ദിവസം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. തെറാപ്പിക്ക് പോകാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ആദൂട്ടിക്ക് പറ്റാത്ത ദിവസം, വയ്യാത്ത ദിവസം മാത്രമേ നമ്മൾ തെറാപ്പിക്ക് പോകാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. കാലാവസ്ഥ മാറിയേ, ഭയങ്കര വെയിലായിരുന്നു. വെയിൽ മാറിയില്ലേ ഇപ്പം മൊത്തം തണുത്ത് ഇതായിരിക്കുന്നു. അതാണ് പ്രശ്നം. മുടിയൊന്നും വളർന്നിട്ടില്ല കേട്ടോ. മുടി കഴിഞ്ഞ ദിവസം വെട്ടിയതാണ്. അത് മുടി വളർന്നിട്ടൊന്നുമില്ല. ഇതിന് പീമ്പിയോ? പീമ്പി ഉണ്ടോ തെളിച്ചാത്ത? പീമ്പി ഉണ്ടോ? ഒരു പീമ്പി ഉണ്ടോ? പീമ്പി ചൂട് കലക്കി സൂപ്പട്. അപ്പളേ വെറുതെ കേട്ടോ, നമ്മുടെ തെറാപ്പി ഇല്ലാത്ത അമ്മയുടെ ആദൂട്ടിൻ്റെയൊക്കെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനൊന്നുമില്ല. നമ്മൾ വേറെ എവിടെയും അങ്ങനെ പോകാറൊന്നുമില്ല. തെറാപ്പി ഇല്ലാത്ത ദിവസം ഇങ്ങനെ തന്നെ വീട്ടിൽ തന്നെ കേട്ടോ. തെറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര തിരക്കാണ്. ഇന്നും തിരക്കല്ലെന്നല്ല, കുറച്ച് പരിപാടികൾ ഇനിയും കിടപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ടാറ്റാ ബൈ ബൈ.